ഉലക നായകൻ കമലഹാസന്റെ ഇന്ത്യൻ 2 ഞാൻ കണ്ടിരിക്കുകയാണ്. താത്ത വരാറ് വന്ന പോലെ തന്നെ അന്ന് തന്നെ തിരിച്ചു പോയിട്ടുണ്ട് താത്ത. ഞാൻ പോകുന്നു. 3 മണിക്കൂർ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചാണ് തിയേറ്ററിൽ ഞാൻ ഭ്രാന്ത് പിടിച്ചിരിക്കുമായിരുന്നു. ഞാൻ കരുതിയത് തിയേറ്ററിൽ നിറച്ചും ആളായിരിക്കുന്നത്. ഞാനും ഉണ്ടായിരുന്നു, പിന്നെ കുറേ ഒഴിഞ്ഞ സീറ്റും ഉണ്ടായിരുന്നു, വേറൊന്നും അവിടെ ഇല്ലായിരുന്നു. പിന്നെ പ്രൊജക്ടർ ഒട്ടിക്കുന്ന അണ്ണനും ഉണ്ടായിരുന്നു. പടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓരോ സീനൊക്കെ എടുത്തു വെച്ചെന്ന് കണ്ടാൽ സത്യം കരഞ്ഞു പോയി. എന്തിനാണ് ഈ പടം എടുത്തു വെച്ചത്? എനിക്ക് സത്യം ഞാൻ തലയെ കഴിച്ചു. ഓരോ സീനും കണ്ടിട്ട് തലയിൽ ഞാൻ കൈവച്ചു പോയി. സാധാരണ ഒരു മനുഷ്യനെ പിടിച്ചിരുത്തി മാക്സിമം അവനെ എങ്ങനെ വിറപ്പിക്കാമോ അത്രയും വിറപ്പിച്ചിട്ടുണ്ട് ഈ പടം. അത് ശങ്കറിനൊരു ആൻസോ അത് എങ്ങനെ ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നീട് ഓരോ മർമ്മം ഉണ്ടല്ലോ, ഈ മുദ്ര ശ്രദ്ധിക്കണം. മുദ്ര നേരത്തെ കാണിച്ചത് ഏക മുദ്ര കണ്ടോ, ഫസ്റ്റ് സ്റ്റെപ്പ്. ഇപ്പൊ കാണിച്ചത് മുദ്ര. ഇതിനകത്ത് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്കൊന്നും എന്തോ സൂപ്പർ പവർ ഉണ്ടെന്ന് തോന്നാത്തേക്ക്. കഴുത്തി കുത്തിയ കുതിര, വയറ്റി കുത്തിയ പട്ടി, കാക്ക, തവള, മൃഗശാലയിലുള്ള എല്ലാ മൃഗങ്ങളും അതിനകത്തുണ്ട്. എനിക്ക് മനസ്സിലാവുന്നില്ല എങ്ങനെയാണ് ഈ മർമ്മം കൊണ്ട് കുത്തുമ്പോൾ കുതിരയാവുന്നത്. പറഞ്ഞാൽ കൊടുത്തു. പക്ഷെ താത്ത വരാറാ മറ്റേ കഥൽസ് പാട്ടൊക്കെ സത്യം കോമഡിയാണ്. ആ പാട്ട് കരുന്ന തൊട്ട് കോമഡിയാണ്. താത്ത ഇല്ല എനിക്ക് തോന്നുന്നു വർഷങ്ങൾക്ക് ശേഷത്തിൽ നിന്ന് നമ്മളെ പ്രണവ് മോഹൻലാലിന്റെ മിക്കവാറും കടമായിട്ട്. ഹലോ വിനീത്. സാർ പറഞ്ഞോളൂ. அதான் சங்கர் பேசுகிறேன். പറയൂ സാർ. அந்த வருஷங்களுக்கு சேஷம் மூவி நான் பார்த்தாச்சு. அதில் பிரணவ் மோகன்லால் தாத்தாட்ட ஒரு பிக்கு போட்டுருண்டல்ல, அந்த பிக் எனக்கு கொஞ்சம் வேணும். அது இந்தியன் 2 கமல்ஹாசன் சாருக்கு கொஞ்சம் போடணும். அது பிக்குங்க இருக்கு பிக்கு. அந்த பிக்கு கொஞ்சம் அனுப்புவீங்களா? ഓക്കെ സാർ, ഓക്കെ അയക്കാം. ആ പുറത്ത് ഒട്ടിച്ചേക്കുന്ന ചപ്പാത്തി മാവ് പിന്നെ മൈദ മാവ് എന്തൊക്കെയാണ് ഒട്ടിച്ച് എണ്ണ കൊണ്ട് തേച്ചങ്ങ് നിർത്തിയേക്കുക. अच्छा ये उलग नायकன்டா ஓ ஃபைட்டர்டா ஃபைட்டர் கும்பு ஃபைட்டர்டா ஓ போய் கார்றா ஷட்டக்கு ஒரே ஒரு ஃபைட் ആണ് ഉലക നായകன்டா യോസിക്കാണ്ട പൊരിച്ചെടുക്കും. സത്യം കൊണ്ട് ഗ്രില്ലടിക്കും. ഫൈറ്റൊക്കെ വെറൈറ്റി ഫൈറ്റാണ്, കാണേണ്ട ഫൈറ്റാണ്. ഷട്ടക്ക് ഒരേ ഒരു ഫൈറ്റ് ആണ് ഉലക നായകன்டா. ആകെ ഇഷ്ടപ്പെട്ടത് ഈ പടം തീരുമ്പോൾ ഇന്ത്യൻ 3യുടെ ട്രെയിലർ എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു ഗ്ലിംസ് കാണിക്കും. അത് എനിക്ക് തോന്നുന്നു ഇച്ചിരി കൂടെ ഇതിനേക്കാളും ബെറ്റർ ആണെന്ന് തോന്നുന്നു. ഇന്ത്യൻ 3 ഈ പുരാതനമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് അതെന്താണെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഇത് കണ്ടിരിക്കാൻ പറ്റത്തില്ല, അത്രയ്ക്ക് വധമാണ്. ഇന്ത്യൻ 1 അടിപൊളി പടമായിരുന്നു. അത്രയും നല്ലൊരു അടിപൊളി പടം എടുത്തിട്ട് ഇമാതിരി വധമൊക്കെ വെച്ചേക്കുന്നത് എന്തിനാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി ആകെ കൂടെ എടുക്കാനുള്ള അന്യൻ മാത്രമേ ഉള്ളൂ. അടുത്തത് നീ അന്യൻ കൂടെ എടുത്താൽ തീർന്നു. പിന്നീട് ഒരു ചേസിങ് സീനുണ്ട്. അത് സിനിമ കണ്ടവർക്ക് മനസ്സിലാവും. ഒരു ചേസിങ് സീനുണ്ട്. ഒരു കൊച്ചു പയ്യൻ്റെ മറ്റൊരു സ്കേറ്റിംഗ് ബോർഡിൻ്റെ ഒരു സംഭവമാണ്. അതിനകത്ത് കയറുന്നൊരു ചേസിങ് സീനുണ്ട്. ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിനെ വെല്ലും അമ്മാതിരിയാണ് എടുത്തു വെച്ചേക്കുന്നത്. പിന്നെ അതിൻ്റെ ആ ഒരു സീൻ എനിക്ക് കുറച്ച് ബെറ്റർ ആയിട്ട് തോന്നി. കാരണം അത് ഇച്ചിരി നന്നായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ആ ഒരു VFX സൈഡ് നോക്കുവാണെങ്കിലും കണ്ടിരിക്കാം. ആ ഒരു സീനൊക്കെ കണ്ടിരിക്കാം, കുഴപ്പമില്ല. അപ്പോൾ കണ്ടവരുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. ആർക്കൊക്കെ ഇഷ്ടപ്പെട്ട് ആർക്കൊക്കെ ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് എന്തായാലും ഈ പടം ഇഷ്ടപ്പെട്ടില്ല.